Hey guys, welcome back to my YouTube channel. So I know it's been a long time. ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഭയങ്കര കുറവാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല. ആൻഡ് ഐ റിയലി ഹാഡ് എ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഫോർ ദി പാസ്റ്റ് 2 weeks. എനിക്ക് 2 weeks ആയിട്ട് എന്താണെന്ന് എനിക്ക് കൂടി അറിയില്ല. കാരണം ജോലിയുടെ ഭയങ്കര സ്ട്രെസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഒരു ആൻസർ കിട്ടാത്ത പോലെ കിടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഈ 2 വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാഞ്ഞതും. എങ്ങും പ്രത്യേകിച്ച് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. വർക്കിന് പോകുന്നു, ജിമ്മിൽ പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെ ഡെയിലി ഒരു ഗുഡ് ഫീലിംഗ് ഇല്ലായിരുന്നു 2 weeks ആയിട്ട്. അപ്പം ഈ 2 ദിവസമായിട്ട് ഞാൻ തന്നെ വിചാരിച്ചു, ഓക്കെ ലെറ്റ്സ് സോഷ്യലൈസ്. ഞാൻ പൊതുവേ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ 2 ആഴ്ചയായിട്ട് ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ മിണ്ടൽ കുറവാണ്, പുറത്ത് പോകുന്നത് കുറവാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചോയ്സ് സ്ട്രീറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ നിലവിൽ ഞാനും ആദ്യം കൂടിയിട്ട് കബൺ പാർക്ക് പോവാണ്. ജസ്റ്റ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. കബൺ പാർക്കിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും MG റോഡ് പോകുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാമെന്ന് ഓർത്തു. സോ അതാണ് എൻ്റെ 2 weeks അപ്ഡേറ്റ്. ഒരു കുഞ്ഞി മേക്കപ്പൊക്കെ ചെയ്തു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് എവിടെയെല്ലാം പോകുന്നതൊക്കെ. സോ ഇഫ് യു ഗൈസ് റിയലി ലൈക്ക് ഇറ്റ് ടു മെൻഷൻ ദി കോമെൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. ഓക്കെ, സോ നമ്മളിനി പോകുന്ന നേരത്തെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഔട്ട്ഫിറ്റ് മൊത്തത്തിലായിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ലാസ്റ്റ് ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഞാനൊരു മിനി സ്കേർട്ടും ഒരു ടാങ്ക് ടോപ്പ് പോലത്തെ ഒരു സംഭവമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് ഷൂസും, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സോ ഗൈസ്, വി ഹാവ് റീച്ച്ഡ് കബൺ പാർക്ക്. ഇനി നമുക്കിതിൻ്റെ എക്സിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ തന്നെ 4 മണിയായി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവിടെ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒരു സംഭവമില്ല. ജസ്റ്റ് ഒരു കുഞ്ഞ് കഫേ ഉണ്ട്. അവിടെ കോഫി, ബർഗർ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ കിട്ടുള്ളൂ. സോ അറിയില്ല എന്ത് കഴിക്കുമെന്ന്. ലെറ്റ്സ് സീ. അപ്പോൾ ഗൈസ്, നമ്മളിതേ കബൺ പാർക്കിലെത്തി. കയ്യിൽ കുറച്ച് ജംബോ റോള്, ക്രിസ്പി റോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ് നമ്മൾ ആക്ച്വലി ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിലത്ത് കിടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര കുറേ വൃത്തികേടുകളാണ് ഫുള്ള് നടക്കുന്നത്. ഞാൻ കബൺ പാർക്കിൽ വന്നിട്ട് ഇത്രയും വൃത്തികേട് എൻ്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. ഈശ്വരാ. ഞങ്ങളതേ ഫൈനലി സക്സസ്ഫുള്ളി വേസ്റ്റഡ് അവർ 2 hours ഇൻ കബൺ പാർക്ക്. ഇനി നമ്മൾ പോവാണ്, കൊമേഴ്ഷ്യലിലേക്ക് പോവാണ്. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്.
നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വന്നേക്കാണ്. ഇവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. കുറച്ച് വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സ്, പിന്നെ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഉണ്ടോ, അതുപോലത്തുള്ള സംഭവങ്ങൾ മേടിക്കണം എന്നുണ്ട്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മൈക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ് വി ഗ്രാബ് സം സാധനങ്ങൾ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ഇത് വീട്ടിൽ കൂടി ഇടാൻ കുറച്ച് ടോപ്പും പാൻറ്റും അല്ല സ്കേർട്ടും, പിന്നെ പുറത്തേക്ക് കൂടി ഇടാൻ ഒരു അടിപൊളി ഒരു സംഭവം എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് വന്നേക്കാണ്. ടോക്കോ ടെറസ് ആൻഡ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോ ബാറാണ്. ആക്ച്വലി ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം, നമ്മൾ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം. സോ നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ എൻഡിലേക്ക് വന്നേക്കാണ്. വീട്ടിലൊക്കെ തിരിച്ചെത്തി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ 2 ആഴ്ച ഭയങ്കര ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് പുറത്ത് വന്നത് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ലിറ്ററലി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന റുട്ടീൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സിറ്റുവേഷൻ. ആ ഒരു ഇതിൽ നിന്ന് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഹാപ്പി ആയിട്ടൊക്കെ വന്നു. പക്ഷെ നമ്മളങ്ങോട്ട് വിചാരിച്ചാൽ നമുക്ക് പറ്റുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിലൂടെയൊക്കെ പോകണം, എന്നാലേ അത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ അതുകൊണ്ട് ഓവർ സ്ട്രെസ്ഡ് ആക്കുന്നില്ലായിരുന്നു. അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. സോ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.